വിദ്യാർത്ഥി ഒരു മലക്കം മറച്ചിലുമില്ല. വെറുതെ മലക്കി മറി ഇങ്ങനെ അധികം മരിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾക്കെല്ലാം എല്ലാ കാലത്തും ഒരു മലക്കം മറിക്കലാണ്. ആ സമരമെല്ലാം പലതും നടത്തിയിട്ടുണ്ടാവും. ഇന്നത്തെ ആവശ്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്നത്തെ ആവശ്യം പരിഗണിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കുതിപ്പാണ്. ഇന്ത്യയെ തന്നെ കേരളത്തെ പോലെയുള്ള പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളും, മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കം ഉൾപ്പെടെ എല്ലാ കുട്ടികളും, ഇന്നത്തെ ഏതെങ്കിലും വീട്ടിൽ അഭ്യസിതരല്ലാതെ യുവാക്കളുണ്ടാവുമോ? എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസം തേടുന്നവരാണ്. അങ്ങനെയുള്ളൊരു കേരളത്തിൻ്റെ മുമ്പിൽ ഇനി അതിൻ്റെ മുമ്പിലേക്കോട്ട് പോകുന്നുള്ളതാണ് പ്രശ്നം. അല്ലാണ്ട് പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കുത്താൻ നടക്കുകയല്ല വേണ്ടേ. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വകാര്യ സർവകലാശാലയുടെ മേലെ കൊണ്ടുവരാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹിക സമത്വം ഉൾപ്പെടെയുള്ള പ്രശ്നം. അപ്പോൾ സംവരണം അട്ടിമറിക്കാൻ അനുവദിക്കില്ല. സംവരണം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം. അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു 40% കുട്ടികൾക്കെങ്കിലും കേരളത്തിൽ അഡ്മിഷൻ കിട്ടണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി സ്വാതന്ത്ര്യം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ SFI പറഞ്ഞതുപോലെ SFIക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെയായിട്ട് ചർച്ച ചെയ്യാം. അതിലൊന്നും നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ഇട നൽകേണ്ടതില്ല. ഒന്നും അടച്ചു വെക്കേണ്ട കാര്യമില്ല. ലോകം ഒരു വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കുതിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ ലോകത്ത് എവിടെയുള്ളതിനേക്കാൾ കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള നല്ല ത്വര, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോകാനുള്ള അവരുടെ ആവേശം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കെല്ലാം വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റണം. മാത്രമല്ല, ഇന്ന് ലോകത്ത് തന്നെയുള്ള ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളുടെ പട്ടികയിൽ കേരളത്തിലെ നിലവിലുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികൾ നല്ല രീതിയിൽ ശക്തിപ്പെട്ട് വരികയാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാം. സംഘടനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച ചെയ്ത ആവശ്യമായ നിലപാട്. സംവരണം ഉറപ്പായിട്ടും സംവരണം പറ്റുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംവരണം ഇല്ലാതെ അതിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന പ്രശ്നമില്ല. ഈ കയർ ബോർഡിലെ ജോളി മാധു എന്ന് പറയുന്ന ഒരു സ്ത്രീ തൊഴിൽ പീഡനത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായൊരു അന്വേഷണം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ. അല്ല, തൊഴിൽ പീഡനത്തിനെതിരായിട്ടുള്ള ഒരു പൊതുവികാരം അത് പ്രൈവറ്റ് ആയാലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആയാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയാലും ഒക്കെ ഇപ്പം പൊതുവായിട്ട് വരുന്നുണ്ട്. ആ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ, ആത്മഹത്യ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ ക്രിയാത്മകമായ രീതിയിലുള്ള പരിശോധനയിലൂടെ, നല്ല രീതിയിലുള്ള അന്വേഷണത്തിലൂടെ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നു. അത് എങ്ങനെയാണ് പാർട്ടി അതിനെ കാണുന്നത്? ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല. ഞാനത് കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ്. കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് നമ്മൾ കണ്ടത്. പകുതി വിലക്ക് സാധനം തരും, മോട്ടോർ ബൈക്ക് തരും, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തരും, മറ്റ് വിവിധ രീതിയിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ പകുതി പൈസക്ക് തരും എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ മാത്രമൊന്നുമല്ല, കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഈ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. വലിയ തട്ടിപ്പാണ്. അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ട്, അതുപോലെ തന്നെ BJP ഉണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ആവശ്യമായ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക ടീം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് ശക്തിയായ രീതിയിൽ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് അതൊക്കെ ഉൾപ്പെടെ പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊന്നും മറച്ചു വെക്കാനില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ആരെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഈ പാർട്ടീൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യില്ല. അതിലൊന്നും ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവ് അതിൻ്റെ ഭാഗമായിട്ട് വന്നല്ലോ. ഇപ്പോൾ തന്നെ അജീബ് കാന്തപുരം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടല്ലോ. അതുപോലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് വേണ്ടത്. അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. അല്ല, എങ്ങനെയൊക്കെ അതൊക്കെ അന്വേഷിക്കട്ടെ. ഞങ്ങളിപ്പോൾ അതിൻ്റെ നിബന്ധന ഇന്നതാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാണോ അതൊക്കെ കണ്ടുപിടിച്ച് ആവശ്യമായി നിയമത്തിൻ്റെ മുമ്പിൽ വരട്ടെ.